സോ ഗായ്സ് നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ബേസ്ഡുള്ള പെരിന്തൽമണ്ണ ഷോറൂമിലാണ്. അത് മഹീന്ദ്ര എറാം മോട്ടോഴ്സിൻ്റെ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മഹീന്ദ്ര 3XO റവെക്സ് ആനിവേഴ്സറി എഡീഷൻ. അത്യാവശ്യം നല്ലൊരു കളർ ടോണിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്. ഇപ്പം എന്തൊക്കെയാണ് ജസ്റ്റ് കണ്ടിട്ട് തരാം. എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഹീന്ദ്ര 3XOയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 3XO റവെക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഈ ഒരു വേരിയൻറ്റിൽ ആനിവേഴ്സറി എഡീഷനാണ് നമ്മളിന്ന് പരിചയപ്പെടപ്പെടുന്നത്. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനൊരു ഫ്രണ്ട് ഗ്രിൽ യൂണിറ്റ്. ഒരുപാട് റീസൺസോടെയാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ബ്ലാക്ക് പ്ലസ് വൈറ്റ് ഒരു ഡുവൽ ടോൺ കളർ, അതും അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഫീലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. കണ്ടോ, ഒരു ഡുവൽ ടോൺ കളർ ശരിക്കും ഒരു സ്പോർട്ടി അപ്പീറൽ നൽകുന്ന രീതിയിലാണ് ആ ഒരു മോഡൽ ഡിസൈൻ ചെയ്തത്. സോ സ്ട്രൈറ്റ് അവേ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് കണ്ടു തുടങ്ങാം. ബോഡി കളറോട് വരുന്ന ഒരു ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് മാത്രമേ, ബാക്കി ഫുള്ളി ഒരു ബോഡി കളർ രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് മഹീന്ദ്രയുടെ പുതിയ ഇതിൻ്റെ ലോഗോ കാണാൻ സാധിക്കും, ബട്ടർഫ്ലൈ ലോഗോ. ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നേരെ താഴെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു ബമ്പർ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കണേ, പ്രൊജക്റ്റ് LED ലാംപ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. താഴെ ഫോഗ് ലാംപ്സ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു DRL യൂണിറ്റും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, LED. അതുപോലെ തന്നെ ഇവിടെ മഹീന്ദ്ര ലോഗോട് വരുന്നത് ഹെഡ് ലാമ്പാണ് ഈ ഒരു 3XO വന്നിട്ടുള്ളത്. ഈ ഒരു ആനിവേഴ്സറി എഡീഷന് മാത്രമാണ് ഈ ഒരു ഡുവൽ ടോൺ കളർ വരുന്നത്. സോ ഇനി സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് മെയിൻ ഹൈലൈറ്റായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു അലോയ് വീൽസ് ആണ്. കണ്ടോ, ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഡിസൈൻ ചെയ്ത് അലോയ് വീൽസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്ക് 16 ഇഞ്ച് 5 സ്പോക്ക് വീൽസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൽ നമുക്ക് മഹീന്ദ്ര വലിയ ലോഗോ കാണാൻ സാധിക്കും. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. അത് നേരെ സ്കിഡ് പ്ലേറ്റിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത്. അത് നേരെ ബാക്ക് ബമ്പറോട്ട് കയറി നിൽക്കും, ആ രീതിയിലാണ് ഓവറോൾ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. മേലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തത്. താഴെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ്. 10 ഇൻഡിക്കേറ്റേഴ്സും നമുക്കവിടെ കാണാൻ സാധിക്കും. ഡുവൽ ടോൺ കളറും നല്ലൊരു മാച്ചിങ് രീതിയിലാണ് ഡുവൽ ടോൺ കളർ ഡിസൈൻ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു വൈറ്റും ബ്ലാക്കും ഒരു റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. നമുക്ക് ഇവിടെ ഒരുപാട് ക്യാരക്ടർ ലൈൻസ് കാണാൻ സാധിക്കും. റവെക്സിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് വേരിയൻറ്റിൻ്റെ. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ ഇൻഫിനിറ്റി ടൈൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, കണക്റ്റഡ് ടൈപ്പ് ടൈൽ ലാംപ്സ്. മഹീന്ദ്രയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. XUV 3XO വലിയൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇവിടെയും നമുക്ക് റവെക്സിന് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്മോക്ക്ഡ് ടൈൽ ലാംപ്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു എലമെൻ്റൊക്കെ ടച്ചബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ബമ്പറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നുള്ളത്. റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ പാർക്ക് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവറോളത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വന്നിട്ടുള്ളത്. ഡിഫോഗ് ലൈൻസ്റ്റ്, ഹൈമോൺ സോപ്പ് ലാമ്പ്, അതുപോലെ ഒരു ആൻറ്റിനും കൊടുത്തിട്ടുണ്ട്. റിയോ വൈപ്പേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇനി നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ കളറിൽ അതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സ്ട്രൈറ്റ് അവേ പവർ വിൻഡോ കൺട്രോൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷർ ഇൻസേർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോർ ലോക്കും അൺലോക്കും കാണാൻ സാധിക്കും. ഹാൻഡിലും ഒരു ഗൺ മെറ്റാലിക് ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽ ഡിസൈൻ ചെയ്തത്. നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തത്. നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെഗ് റൂമാണ്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു AC വെൻ്റ് കാണാൻ സാധിക്കും. ഒരു സീപോർട്ട് ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ബട്ടൺ ചാർജ് സോക്കറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സെൻറ്റർ ടണലാണ് താഴെ വന്നിട്ടുള്ളത്. ഈ കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ്, കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഫുള്ളൊരു ബ്ലാക്ക് സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മാസീവ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബ്ലാക്ക് സീറ്റ്, ആ സ്റ്റിച്ചിങ് ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്ത കാരണം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ പാനോറമിക് സൺറൂഫ് ബാക്ക് വരെ ഉള്ളതുകൊണ്ട് ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും നല്ലൊരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കൂടുതലും ഈ ഒരു സൺറൂഫുള്ള ടൈമിൽ ഈ ഒരു ഷീറ്റ് ഓണാക്കി ഇട്ടിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്കി ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ പ്രത്യേകിച്ച് നല്ലൊരു ഫീൽ ആയിരിക്കും. കാരണം യാത്ര തന്നെ വേറൊരു ലെവലായിരിക്കും, ഒരു മെമ്മോറബിൾ ഫീൽ ആയിരിക്കും ഒരു സൺറൂഫ് ഓപ്പൺ ആക്കി പോകാൻ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് ക്യാബിൻ ജസ്റ്റ് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇതാണ് ഓവർ ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാബിൻ എന്ന് പറയുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഡോർ പാഡ്, പവർ വിൻഡോ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നുള്ളത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഫോൾഡിംഗ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്കും ഹാൻഡിലും ഒരു ഗഡ് മെറ്റാലിക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പവർ വിൻഡോ കൺട്രോൾസും താഴെ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഒരു ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ, മഹീന്ദ്ര ലോഗോടി കൂടി വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാണാൻ സാധിക്കും. ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ഇവിടെ. വൈപ്പർ കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കും. ഹെഡ്ലാമ്പ് കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഫോടൈം സിസ്റ്റം, അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. AC വെൻറ്റുകൾ, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, AC വിൻഡ്ഷീൽഡ് ചെയ്യുന്ന AC കാണാൻ സാധിക്കും. പാസഞ്ചർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റിയറിംഗ് വീല് ഒരു ബട്ടണും കാണാൻ സാധിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ USB പോർട്ട് കാണാൻ സാധിക്കും. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിട്ടുള്ളത്. 6 സ്പീഡ് മാനുവൽ, അതുപോലെ ഗിയർ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുകൊണ്ട് കപ്പ് ഹോൾഡേഴ്സ്, മേൽ ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഗ്ലൗ ബോക്സ്, അത്യാവശ്യം മാസീവ് സൈസിലുള്ള ഗ്ലൗ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഡിമ്മിങ് ആയ റിയോ മിറേഴ്സാണ്. അത് റീഡിങ് ലാംപ്സ് കാണാൻ സാധിക്കും. നമുക്ക് ലാമ്പ് ബാറ്ററി ഓഫാക്കിയിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല. സൺറൈസ്, മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് പാസഞ്ചറിൽ. ഡ്രൈവർ ക്യാബിനിൽ ജസ്റ്റ് വാണിറ്റി കാർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഒരു കളർ തീമാണ്. ഒരു ഡുവൽ ടോൺ കളറാണ് ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫിസിക്കൽ ബട്ടൺസ് നമുക്കവിടെ കാണാൻ സാധിക്കും. വോളിയം ബട്ടൺ, പവർ ഓഫിൻ്റെ ബട്ടൺസും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എൻജിൻ ജസ്റ്റ് കണ്ടു തരാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലൊരു വണ്ടി വരുമ്പോൾ ഒരു ഡോർ ഓപ്പൺ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിഫ്ലക്ഷനും കാണാനായിട്ട് സാധിക്കും. ഓവറോൾ ഇതാണ് ഇതിനൊരു എൻജിൻ പേ വന്നുള്ളത്. ഇനി ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ എൻജിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പെട്രോൾ എൻജിൻ, ഏകദേശം 129 bhp പവറും 230 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻലൈൻ 3 സിലിണ്ടർ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. TGD എൻജിൻ, അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ്, നല്ലൊരു മൈലേജും കിട്ടുന്നൊരു മോഡലാണ്. ഒരു 3XO അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ് ഉള്ളൊരു മോഡലും കൂടിയാണ് ഈ ഒരു എൻജിൻ. ഇത് എൻജിനെ കുറിച്ച് അപ്പുറം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മഹീന്ദ്ര 3XO ആനിവേഴ്സറി എഡീഷനായി REV-X-ൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓഫേഴ്സ് കാരണം ആരും താഴെ നമ്പർ കൊടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.